നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം CPM-ന്റെ അടിത്തറ ഇളക്കിയ നീക്കങ്ങളുമായിട്ടാണ് ഇത്തവണ UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പതിറ്റാണ്ടുകളായി ചുവപ്പുകൊടി പിടിച്ച മുതിർന്ന നേതാക്കളെ UDF പാളയത്തിലെത്തിച്ച് പടക്കളത്തിലിറക്കിയ KC വേണുഗോപാലിന്റെ നയതന്ത്രജ്ഞതയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ജി സുധാകരൻ, ഐഷ പൊറ്റി, TK ഗോവിന്ദൻ തുടങ്ങിയ അധികായന്മാരെ UDF പക്ഷത്തെത്തിച്ചതോടെ CPM അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. UDF അധികാരം പിടിക്കുമെന്ന പ്രവചനങ്ങൾ പുറത്തുവന്നതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദ്ധതിയെ ചൊല്ലിയുള്ള രഹസ്യ ചർച്ചകളും സജീവമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന് സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച KC വേണുഗോപാലിന്റെ സ്വാധീനം പാർട്ടിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയുള്ള KC മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന വാദം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാലിനെ കൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രമുഖരുടെ പേരുകളും ചർച്ചകളിൽ സജീവമാണ്. CPM-ൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കേവലം വോട്ട് ബാങ്കിനെ മാത്രമല്ല, ആ പാർട്ടിയുടെ ധാർമ്മികതയെ കൂടിയാണ് ബാധിച്ചത്. വിമതരെ ഇറക്കി CPM-നെ തളച്ച തന്ത്രം UDF-ന് വലിയ മേൽക്കൈ നൽകിയിട്ടുണ്ട്. ഈ പരീക്ഷണം വിജയിച്ചാൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് KC വേണുഗോപാലിലേക്ക് എത്തും. ഡൽഹിയിലെ തിരക്കുകൾക്കിടയിലും കേരളത്തിൽ തമ്പടിച്ച് അദ്ദേഹം നടത്തിയ ഓരോ നീക്കവും ലക്ഷ്യം കണ്ടെന്നാണ് അണികളുടെ വിശ്വാസം. മെയ് 4-ന് ഫലം വരുമ്പോൾ KCയുടെ നയതന്ത്രങ്ങൾ UDF-നെ ഭരണകസേരയിൽ എത്തിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. CPM നേതാക്കളെ UDF-ന്റെ പോർച്ചട്ട അണിയിച്ച് പടക്കളത്തിലിറക്കിയതിന്റെ ക്രെഡിറ്റ് മുഖ്യമായും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണെന്നും ആ പക്ഷം പറയുന്നു. ഇത്തവണ താൻ മത്സരിക്കാതെ സംസ്ഥാനത്തുടനീളം UDF-നായി തന്ത്രങ്ങൾ മെനയുന്നതിനാണ് KC ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ജി സുധാകരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ UDF സ്വതന്ത്രനാക്കി അമ്പലപ്പുഴയിൽ മത്സരിപ്പിച്ചതിന് പിന്നിൽ KCയുടെ വർഷങ്ങൾ നീണ്ട നയതന്ത്രങ്ങളുണ്ട്. ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി അറിയാവുന്ന KC സുധാകരനുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം രാഷ്ട്രീയ നേട്ടത്തിനായി വിജയകരമായി ഉപയോഗിച്ചു. കൊട്ടാരക്കരയിൽ ഐഷ പൊറ്റിയും തളിപ്പറമ്പിൽ TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും ഒപ്പം നിർത്തിയതോടെ CPM-ന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളൽ വീണു. സ്വന്തം പാർട്ടിക്കാർ തന്നെ തള്ളി പറഞ്ഞപ്പോൾ ഈ നേതാക്കൾക്ക് ആത്മധൈര്യം പകർന്ന് UDF വേദിയിലെത്തിച്ചത് KCയുടെ ഇടപെടലുകളാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം CPM പ്രതിരോധത്തിലായതും ഈ കൊഴിഞ്ഞുപോക്കിന് മറുപടി പറയാൻ വിയർത്തതുമാണ്. കണ്ണൂരിലെ CPM വിമതർ ഉയർത്തിയ ആരോപണങ്ങൾ സംസ്ഥാനത്തുടനീളം വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ KCക്കായി എന്ന് KC പക്ഷം പറയുന്നു. KC പക്ഷം കാര്യങ്ങളെ വിലയിരുത്തുന്നത് പ്രത്യേക തരത്തിലാണ്. കേരള രാഷ്ട്രീയത്തിന് അത്ര പരിചയമില്ലാത്ത പുതിയൊരു പ്രതിഭാസത്തിന് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചുവെന്ന് അവർ പറയുന്നു. CPM-ൽ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന മുതിർന്ന നേതാക്കൾ കൂട്ടത്തോടെ UDF-ന്റെ പാളയത്തിലെത്തുന്ന കൗതുക കാഴ്ചയായിരുന്നു അത്. ജി സുധാകരൻ, ഐഷ പൊറ്റി, PK ശശി, TK ഗോവിന്ദൻ, PV കുഞ്ഞികൃഷ്ണൻ, A സുരേഷ് കുമാർ, BN ഹഗ്സർ തുടങ്ങി ആ പട്ടിക നീളുന്നു. അവരിൽ പലരും UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ചെയ്തു. പ്രാദേശികമായി ഉയർന്ന സന്ദേഹങ്ങളെല്ലാം പരിഹരിച്ച് മുൻ CPM നേതാക്കളെ UDF-ന്റെ പോർച്ചട്ട എണീച്ച് പടക്കളത്തിലിറക്കിയതിന്റെ ക്രെഡിറ്റ് മുഖ്യമായും ഒരേ ഒരാൾക്കാണ്. സംഘടനാ രംഗത്തെ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയത്തിൽ നിന്നുടലെടുത്ത നയചാതുര്യവും പ്രായോഗിക ബുദ്ധിയുമാണ് ഈ നീക്കങ്ങൾക്കെല്ലാം KCയെ സഹായിച്ചത്. ഇത്തവണ പ്രചാരണ രംഗത്ത് CPM നേതാക്കൾ ഏറ്റവും അധികം വിയർത്തതും ഈ കൊഴിഞ്ഞുപോക്കുകൾക്ക് മറുപടി പറയാനായിരുന്നു. വ്യാജ വാർത്തകളും വക്കീൽ നോട്ടീസുമായി KCയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ CPM ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 3 തവണ കൊട്ടാരക്കരയിൽ നിന്നുള്ള CPM MLA ആയിരുന്ന ഐഷ പൊറ്റി 3 പതിറ്റാണ്ട് കാലത്തെ CPM ബന്ധം ഉപേക്ഷിച്ചാണ് ഈ വർഷം ആദ്യം കോൺഗ്രസിന്റെ വേദിയിലെത്തിയപ്പോൾ ഷാൾ അണിച്ച് സ്വീകരിച്ചത് KC വേണുഗോപാലും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ചേർന്നായിരുന്നു. മുൻ മന്ത്രി, സംസ്ഥാനത്ത് CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുമായിരുന്ന ജി സുധാകരൻ അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായതിനു പിന്നിലും KCയുടെ കാര്യങ്ങളുണ്ടായിരുന്നു. ദീർഘകാലം ആലപ്പുഴയിൽ നിന്നുള്ള MP എന്ന നിലയിൽ സുധാകരനുമായി KCക്ക് ഏറെക്കാലത്തെ അടുപ്പമുണ്ട്. 2024 ഡിസംബറിൽ ജി സുധാകരനെ CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതായി വാർത്തകൾ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ KC വേണുഗോപാൽ വസതിയിൽ സന്ദർശിച്ചിരുന്നു. തുടർന്ന് നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്തു. ജി സുധാകരനെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ B ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ BJPയും ചരടുവലി നടത്തുന്ന സമയമായിരുന്നു അത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി ജി സുധാകരൻ CPM വിട്ടപ്പോൾ തിരക്കിട്ട് പ്രതികരിക്കാതെ കാത്തിരുന്ന് കാണുക എന്ന നിലപാടാണ് KC സ്വീകരിച്ചത്. ജി സുധാകരന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ സത്യസന്ധതയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ടായിരുന്നു KCയുടെ പ്രതികരണങ്ങൾ. പിന്നീട് UDF പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയായതോടെ ജി സുധാകരന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതും KC തന്നെയായിരുന്നു. ജി സുധാകരന് വേണ്ടി ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയ പ്രമുഖ നേതാവും KC വേണുഗോപാൽ തന്നെയായിരിക്കും. സ്വന്തം നാടായ കണ്ണൂരിൽ CPM-ന്റെ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ ഇല്ലാത്ത പൊട്ടിത്തെറികൾ ഉണ്ടായപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം UDF-ന് അനുകൂലമാക്കി ഒരുക്കിയെടുത്തതും KCയുടെ ഇടപെടലായിരുന്നു. CPM-ൽ നിന്ന് പുറത്തു വന്ന TK ഗോവിന്ദനെയും PV കുഞ്ഞികൃഷ്ണനെയും UDF സ്ഥാനാർത്ഥികളാക്കാൻ അവസരത്തിന് തുയർന്ന് കരുനീക്കിയതും KC തന്നെ. CPM-ൽ നിന്ന് കടുത്ത ഭീഷണി നേരിട്ട സമയത്ത് TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും KC പകർന്നു നൽകിയ ആത്മധൈര്യം വളരെ വലുതായിരുന്നു.